നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏതായാലും ഈ വാണിയംപാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കിടയിൽ വലിയ സംശയങ്ങൾക്കൊക്കെ തന്നെ വകവെച്ചിരുന്നു. കാരണം ഇപ്പോൾ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും അല്ലാതെയും ഒക്കെ നമ്മൾ കേൾക്കുന്നത് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള മർഡറുകളും അതിനെ ഒളിപ്പിക്കുന്ന രീതികളും ഒക്കെയാണ്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം അത് മറ നീക്കി പുറത്തു വരികയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇട്ടിരുന്ന കല്ലറയിൽ വീണ്ടും ഒരു മൃതശരീരം, പായിൽ പൊതിഞ്ഞ നിലയിൽ ഒരു മൃതശരീരം ഉണ്ട് എന്ന് അറിയുമ്പോൾ പലരും ഞെട്ടിയിരുന്നു. ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും ചിന്തിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷമായി കാണാതായ വ്യക്തിയുടെ മൃതശരീരമാണോ അത് എന്ന് പോലും പലരും സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ആ കല്ലറ വീണ്ടും തുറന്നിരിക്കുകയാണ്. കല്ലറ തുറക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് തന്നെ ആ കാണാതായ വ്യക്തിയുടെ മരണമായി ആണോ ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആ വ്യക്തിയുടെ ഭാര്യ മുന്നിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഭർത്താവിന് മൃതശരീരമാകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ തന്നെ അദ്ദേഹം വെറും പാവമുള്ള ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിനെ അങ്ങനെ വകവരുത്താനും വേണ്ടിയുള്ള ശത്രുക്കൾ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ന് പോലീസ് സംഘം എത്തി ആ കല്ലറ തുറന്നിരിക്കുകയാണ്. അങ്ങനെ 38-ാം നമ്പർ കല്ലറയുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി നിലനിന്നിരുന്ന ആശങ്കകൾക്കും ദുരൂഹതകൾക്കും വിരാമമായിരിക്കുന്നു. കല്ലറയിൽ മൂന്നാമതൊരു മൃതദേഹം ഇല്ലെന്നാണ് പരിശോധനയിൽ വ്യക്തമാകുന്നത്. റവന്യൂ പോലീസ് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കല്ലറയ്ക്കുള്ളിൽ 2 മൃതദേഹങ്ങൾ മാത്രമാണുള്ളതെന്ന് സ്ഥിരീകരിച്ചു. പള്ളിയുടെ ഔദ്യോഗിക രേഖകളിൽ വ്യക്തമാക്കുന്ന രീതിയിൽ 2006-ലും 2015-ലുമായി അടക്കം ചെയ്ത മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇതിലുള്ളതെന്ന് അധികൃതർ വ്യക്തമാക്കി. ജൂൺ 13-നാണ് നാടകീയമായ സംഭവങ്ങളുടെ തുടക്കം. പള്ളിയിലെ 38-ാം നമ്പർ കല്ലറയിൽ പുതിയൊരു മൃതദേഹം കൂടി സംസ്കരിക്കുന്നതിനായി മുകളിലെ കോൺക്രീറ്റ് സ്ലാബ് മാറ്റിയപ്പോഴാണ് ഉള്ളിൽ അസ്വാഭാവികമായ രീതിയിൽ മറ്റൊരു ശവപ്പെട്ടി കൂടി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ 2015-ൽ അടക്കം ചെയ്ത ജെയിംസ് എന്നയാളുടെ ശവപ്പെട്ടി കാലപ്പഴക്കത്താൽ ദ്രവിച്ചു പോവുകയും അതിലുണ്ടായിരുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തതാണ് ഉള്ളിൽ മൂന്നാമതൊരു അവശിഷ്ടം കൂടിയുണ്ട് എന്ന സംശയത്തിന് ഇടയാക്കിയതെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. സാധാരണഗതിയിൽ ഒരേ കല്ലറയിൽ വീണ്ടും സംസ്കാരം നടക്കുമ്പോൾ പഴയ അവശിഷ്ടങ്ങൾ മാറ്റി മരപ്പൊടിയിട്ട് പട്ടുവിരിച്ച ശേഷമാണ് പുതിയ പെട്ടി വെക്കാറുള്ളത്. എന്നാൽ ഇവിടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതാണ് ആശയക്കുഴപ്പം സൃഷ്ടിച്ചത്. പള്ളി രേഖകൾ പ്രകാരം 2006-ൽ അടക്കം ചെയ്ത മറിയക്കുട്ടി, 2015-ൽ അടക്കം ചെയ്ത ജെയിംസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഈ കല്ലറയിൽ ഉള്ളത്. രേഖകളിൽ ഇല്ലാത്ത മൂന്നാമതൊരു അജ്ഞാത മൃതദേഹം കൂടി ഉണ്ടെന്ന സംശയം ഉയർന്ന പാടെ തന്നെ പള്ളി വികാരിയും വിശ്വാസികളും പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് സെമിത്തേരിക്ക് ചുറ്റും ടാർപോളിയം കെട്ടി മറച്ച് പോലീസ് കാവൽ ഏർപ്പെടുത്തി. തലശ്ശേരി RDO, പേരാവൂർ DYSP, ഫോറൻസിക് വിദഗ്ധർ, പോലീസ് സർജൻ എന്നിവരടങ്ങിയ പ്രത്യേക സംഘം 9 സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് കല്ലറ തുറന്ന് പരിശോധിച്ചത്. കല്ലറയിൽ അജ്ഞാത മൃതദേഹം ഉണ്ടെന്ന അഭ്യൂഹം ശക്തമായതോടുകൂടി 12 വർഷം മുൻപ് കോഴിക്കോട് വിലങ്ങാട് നിന്നും കാണാതായ സിജോ സക്രിയ എന്ന യുവാവിന്റേതാണോ ഈ അവശിഷ്ടങ്ങൾ എന്ന സംശയവുമായി അദ്ദേഹത്തിന്റെ കുടുംബവും രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം പള്ളിയിലെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ സിജോയ്ക്ക് വാണിയംപാറയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നും കല്ലറയിലുള്ളത് അദ്ദേഹമാകാൻ വഴിയില്ലെന്നും സിജോയുടെ ഭാര്യ നിഖില നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നാടി നടുക്കിയ കണ്ണൂർ വാളിയംപാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ കല്ലറ ദുരൂഹതയിൽ വൻ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴി തുറന്ന പുതിയ വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. കല്ലറയ്ക്കുള്ളിൽ എന്തായാലും അജ്ഞാത മൃതദേഹം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് തന്റെ ഭർത്താവിന്റെ ആയിരിക്കില്ല എന്ന് അടിയുറച്ച് ഭാര്യ നിഖില തന്നെ പറഞ്ഞിരുന്നു. കാണാതായ സിജോയെ ആരോ അപായപ്പെടുത്തി കല്ലറയ്ക്കുള്ളിൽ ഒളിപ്പിച്ചതാണെന്ന സംശയത്തിൽ കുടുംബം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. സ്വന്തം ഭാര്യ തന്നെ ആ വാദങ്ങളെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയ സിജോ സക്രിയ നാട് വിട്ടു പോയിട്ട് ഇപ്പോൾ നീണ്ട 12 വർഷങ്ങളായി. 6 വർഷം മുൻപാണ് ഇയാളെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ കണ്ണൂർ വാണിയംപാറയിലെ കല്ലറയിൽ കണ്ടെത്തിയ മൂന്നാമത്തെ മൃതദേഹം സിജോയുടേതാണെന്ന കുടുംബത്തിന്റെ സംശയത്തിന് പിന്നിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നാണ് ഭാര്യ നിഖില വ്യക്തമാക്കിയത്. സിജോയ്ക്ക് വാണിയംപാറ പ്രദേശവുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇനി ആരെങ്കിലും അദ്ദേഹത്തെ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വിലങ്ങാട് ഭാഗത്ത് വെച്ച് മാത്രമേ നടക്കുകയും സാധ്യതയുള്ളൂ എന്നും കടുത്ത മദ്യപാന ശീലം ഉണ്ടായിരുന്ന എന്നതൊഴിച്ചാൽ വഴക്കിന് പോകുന്ന പ്രകൃതക്കാരനുമല്ലായിരുന്നു സിജോ. മദ്യപിച്ചാൽ നേരെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന ആളായിരുന്നു. എന്തായാലും ഈ ശവപ്പെട്ടി തുറന്ന് അല്ലെങ്കിൽ കല്ലറ തുറന്ന് അതെല്ലാം തന്നെ നോക്കി 6 പല്ലുകളാണ് കിട്ടിയതാണ് മനസ്സിലാകുന്നത്. 6 പല്ലുകൾ തലയോട്ടി പിളർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. ഈ വലത്തെ കൈയുടെ മുട്ടിന്റെ മുകൾ ഭാഗത്തെ എല്ലും ഇടത്തെ കാലിന്റെ എല്ലും ഒക്കെ പോലീസ് സംഘം ശേഖരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ഈ കല്ലറ തുറന്ന അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ആ പ്രതികരണം കേൾക്കാം. ഫ്രീ ആയിട്ട് മുകളിൽ നോർത്തിട്ട് 2 ഭാഗമായിട്ട് മടക്കിയിട്ടാണ്
ഇത് എന്താ വെച്ചാൽ പിന്നെ അതിൽ പിന്നെ ഫസ്റ്റിലുള്ളത് ഒരു വെള്ള തുണി പച്ചക്കരോട് കൂടിയിട്ടുള്ള വെള്ള തുണി പച്ചക്കരോട് കൂടില്ല. അതിൻ്റെ മുകളിൽ ഒരു പിന്നെ പട്ട്, അതായത് പട്ടിൻ്റെ കളറ് പിങ്ക് കളറിലുള്ള ഒരു പട്ട്, അതിൻ്റെ മുകളിൽ വേറൊരു തുണി. ഇത് വെച്ചിട്ടാണ് സാധനങ്ങൾ കാണുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും അടിയിൽ ഈ പെട്ടിൻ്റെ മുകളിലുണ്ടാകുന്ന, അതായത് ബോഡിൻ്റെ പെട്ടിൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു തുണിയുണ്ട്, സിൽക്കിൻ്റെ തുണിയാണ്. ആ തുണിയാണ്. അതിൽ ആണികളുണ്ട്, ആ സിൽക്കിനോട് ചേർന്നുകൊണ്ട് ആണികളുണ്ട്. പെട്ടി പൂർണ്ണമായിട്ട് ദ്രവിച്ചു പോയിട്ടുണ്ട്, പെട്ടി ദ്രവിച്ചു പോയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിൽ നല്ല രീതിയിൽ നോക്കിയ സമയത്ത് അതിൽ 6 പല്ല് കിട്ടിയിട്ടുണ്ട്. ഇടത്തെ കയ്യിൻ്റെ മുട്ടിൻ്റെ മേലുള്ള ഒരു എല്ലും അതോടൊപ്പം തന്നെ വലത്തെ കാലിൻ്റെ ഒരു എല്ലും പിന്നെ അവർ ഒരു പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് പൂർണ്ണമായിട്ടും നഷ്ടമായിരിയാണ് കാണുന്നത്. നഷ്ടമായിരി എന്ന് പറഞ്ഞാൽ അതല്ല, ഏതാണ്ട് അവർ പറയുന്നത് ഒരു 20 വർഷം പഴക്കമുണ്ടാവുമെന്നാണ് പറയുന്നത്. അറിയില്ല അതിനെ പറ്റി, ഞങ്ങൾക്കറിയില്ല. പക്ഷെ എന്തായാലും പൂർണ്ണമായിട്ട് ഒരു 4-5 അസ്ഥികൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതോടൊപ്പം തലോട്ടി പൂർണ്ണമായിട്ടും ഒരു പൊട്ടിയ മാതിരിയാണ്. അതോടൊപ്പം അതിൽ 6 പല്ലുകൾ മാത്രം ഞാൻ അത് പിന്നെ പാഴ മുകളിൽ നൂർത്തിയിട്ടിട്ട് ഒരു സംശയം പ്രകടിപ്പിച്ച ഇതിന്റെ മുകളിലാണ് ഈ സാധനങ്ങളൊക്കെ. അതെ മറിയാമൻ്റെതാണ് ഞങ്ങൾ പറഞ്ഞല്ലോ. 6 പല്ല്, തലഭാഗം തലോട്ടി പൊട്ടിയ മാതിരി, പിന്നെ 2 കൊന്തുണ്ട്. അതോടൊപ്പം പിന്നെ കയ്യിൻ്റെ 2 അസ്ഥികൾ കാണുന്നുണ്ട്, ഈ കാലിൻ്റെ ഒരു അസ്ഥിയും കാണുന്നുണ്ട്, മറിച്ചൊന്നും കാണുന്നില്ല. പായൽ പൊതിഞ്ഞതിൽ ഞാൻ പറഞ്ഞു, പായൽ പൊതിഞ്ഞതിൽ ആണ്. പാഴ പൊതിഞ്ഞിട്ടില്ല, പാഴ മുകളിൽ, അതായത് മടക്കിയിട്ടിട്ട് മാത്രമേ ഉള്ളൂ, പായ പൊതിഞ്ഞ് മടക്കിയിട്ട മാതിരിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ട്, പട്ടുതുണി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. അതായത് ആദ്യം 2006 അടക്കം ചെയ്തതിന്റെ മുകളിൽ പായ മടക്കിയിട്ടു, അതിന് മുകളിൽ ജെയിംസിന്റെ സംസ്കരിച്ചു അല്ല, സൈഡില രണ്ട് ഭാഗത്തായിട്ട് ചെറിയ കല്ലറയിൽ, ഏതാണ്ട് 4 ഫുട്ട് വരുന്ന കല്ലറയിൽ ആദ്യം മറിയാമൻ്റെത്, അതിന്റെ തൊട്ടടുത്ത് ജെയിംസിൻ്റെതാണ്. മണ്ണിന്റെ ഘടന ഏറ്റവും അടിയിൽ സിമെന്റ് ഇട്ടിട്ടുള്ള ഒരിതാണ്. അതായത് ഇതിന്റെ 4 ഭാഗവും സിമെന്റാണ്. പിന്നെ ഏറ്റവും മുകളിലാണ് സ്ലാബ് ഉള്ളത്. അപ്പോൾ ഈ അടിയിൽ ഞങ്ങൾ അപ്പോൾ ആരോ ഒരു സംശയം പറഞ്ഞപ്പോൾ, മൂന്നാമത്തെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ അടിയിൽ കുത്തി നോക്കിയപ്പോൾ സിമെന്റിൽ കോൺക്രീറ്റ് ഇട്ട ഒരു ഏരിയയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടിയിൽ മണ്ണാണ് ഇത് കാണിക്കാൻ, കോൺക്രീറ്റ് ആണ്. പിന്നെ മറ്റേത് 2 ഞങ്ങൾ എടുത്ത് പരിശോധിച്ചു. 2ലും പിന്നെ ഒന്നിന് പൂർണ്ണമായിട്ട് അസ്ഥികളുണ്ട്. അസ്ഥികന്റെ മറിയാമൻ്റെ ജെയിംസിൻ്റെ പൂർണ്ണമായിട്ടും അസ്ഥികളുണ്ട്. അതെന്താ ഉണ്ടാകാനുള്ള കാരണം വെച്ചാൽ അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നൊരു ബോഡിയാണ്. അതിന് പ്ലാസ്റ്റിക് സീറ്റിലാണ് അതുള്ളത്. പ്ലാസ്റ്റിക് സീറ്റുള്ളത്. അത് കൊല്ലമൊന്നും നമുക്കറിയില്ല, അത് സീറ്റുള്ളത്. മറിയാമൻ്റെത് സാധാരണ തുണിയിൽ മാത്രമാണ് ഇത് കാണുന്നത്, തുണിയിൽ മാത്രമാണ്.